പ്രിയപ്പെട്ടവരെ നമസ്കാരം. നീണ്ട ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കമൻറ്റ് വായനയിലേക്ക് വന്നിരിക്കുകയാണ്. സരിതയ്ക്ക് വയ്യ, നീരൊഴിച്ച, പനി, തൊണ്ടവേദന, സകല അസുഖങ്ങളും വന്നിട്ടുണ്ട്. അതായത് ഇന്ന് ശനിയാഴ്ച വീഡിയോ ഇട്ടില്ലേ നമ്മൾ, വയ്യ. അപ്പോൾ നമ്മൾ കുറച്ച് കമൻറ്റുകൾ എടുത്തിട്ടുള്ളൂ കേട്ടോ, അധികം കമൻറ്റുകൾ എടുത്തിട്ടില്ല. കാരണം അധികം വായിക്കാൻ പറ്റില്ല. എന്താ ഞാൻ വായിച്ച് ശരിയാവില്ല. നീ വായിക്കുമ്പോൾ അതിൻ്റെ താളത്തിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് ഇതല്ലേ, അതിനനുസരിച്ച് എനിക്ക് വായിക്കാൻ അറിയാം. ബാലു ജയശ്രീ, കുമാരി ചേച്ചി വരേണ്ടി വന്നു ഗ്രൈൻഡർ ഉപയോഗിക്കാൻ. ഹാപ്പി ടു സീ യു യൂസിങ് ഗ്രൈൻഡർ. വി മേക്ക് ദിസ് കൈൻഡ് ഇഫ് വട ഓൾവേസ്. ഈവൻ വിത്ത് പാലക് വിത്ത് മേക്ക് ഈവൻ വിത്ത് പാലക് വി മേക്ക്. ഈ ജയശ്രീ, ബോംബെയിലത്തെ ജയശ്രീ ചേച്ചിയാണ് നമുക്ക് ഗ്രൈൻഡർ സമ്മാനമായിട്ട് തന്നത്. അപ്പോൾ ആൾക്ക് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഉപയോഗിക്കാറുണ്ട്. കാരണം അതിൽ ഉഴുന്നരച്ചിട്ടുണ്ടാക്കുന്ന ദോശയ്ക്ക് ഇഡ്ഡലിയിലും ടേസ്റ്റ് ഭയങ്കരമാണ് മിക്സിയിൽ അരയ്ക്കണേനേക്കാളും. അത് കാരണം സോഫ്റ്റ്. അനിത പി, ലോകത്തിലെ ഏറ്റവും വലിയ പരിപ്പുവട വീഡിയോ ഓർമ്മയുണ്ടോ അജു? ഗ്ലാഡ് ടു സീ ഹെർ ബാക്ക്. മാക്സിമം റെസിപ്പീസ് വേണം കേട്ടോ. ലോകത്തിലത്തെ ഏറ്റവും വലിയ പരിപ്പാട നമ്മൾ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, പൊളിഞ്ഞ് പാളിസായി അട്ടം കയറിയ വീഡിയോ. ഇപ്പോഴൊന്നുമല്ല, 3-4 കൊല്ലം മുമ്പാണ് ഇട്ടത് കേട്ടാ, ഓർമ്മയുണ്ട് കേട്ടാ. വിദ്യ, വെജിറ്റേറിയൻ ആഹാരം കണ്ടപ്പോൾ ചാടി വന്നതാണ്, കണ്ടിട്ട് ഒത്തിരി സ്വാദ്. അജു, സരിത, നിങ്ങളുടെ ചേച്ചി, എല്ലാവർക്കും ആശംസകൾ. പ്രതികരണം പരിപാടി മിസ്സിങ്. കുറേ പേര് എന്താ പ്രതികരണം പരിപാടി ഇടാത്തതെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു. കുറേ നാളായില്ലേ ഇട്ടിട്ട് നമ്മൾ. അനിത പ്രവീൺ, ഒരു വിഷസ് പറയുമോ അടുത്ത വീഡിയോയിൽ? മൈ ബർത്ത്ഡേ ഫെബ്രുവരി 11. ഫെബ്രുവരി 11 കഴിഞ്ഞു. വൈകിട്ടാണെങ്കിലും നമ്മുടെ പിറന്നാൾ ഫെബ്രുവരി 14 ഇന്ന്. വാലന്റൈൻസ് ഡേക്കാണ് അനിത പിറന്നാൾ ആശംസകൾ നേരുന്നത്. അടുത്തത് സുനിത മണി, ഇന്നത്തെ വീഡിയോ കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞു. സരിത എന്തൊരു ഭാഗ്യവതിയാണ്. കുറേ സ്നേഹമുള്ള ആളുകളുടെ കൂടെ ജീവിക്കാൻ അവസരം കിട്ടിയല്ലോ. ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. മുരുകണ്ണൻ്റെ സംസാരം സൂപ്പർ. ഞാൻ ഇന്ന് തന്നെ ഈ കറി ഉണ്ടാക്കും. അടിപൊളി കൂട്ടാൻ ഇട്ടത്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എനിക്ക് കുറേ പേരെ ഉണ്ട്, അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്തൊന്നും മിണ്ടത്തെ? അത് എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നിനക്ക് മാത്രം കിട്ടുന്ന പറഞ്ഞില്ലേ എനിക്ക് എന്തൊരു ഭാഗ്യം, സ്നേഹമുള്ള ആളുകളുടെ കൂടെ ജീവിക്കാൻ അവസരം കിട്ടിയല്ലോ. അടുത്തത് സീന വിജയ്, 19-20 മുതൽ 22 വരെ അജു ചേട്ടൻ്റെ ഇരുത്തം കണ്ടപ്പോൾ ചിരി വന്നു. പണ്ട് അടുത്ത വീട്ടിലെ ചേച്ചിയും അമ്മയും കൂടി കൊതിയും നുണയും പറയുമ്പോൾ അതും കേട്ടിരിക്കുന്ന കൊച്ചുകുട്ടിയെപ്പോലെ. സോ ക്യൂട്ട് ആൻഡ് ഇന്നസെന്റ് മാൻ. എന്തുട്ടത് ആ സമയത്ത്? അത് നിങ്ങൾ വർത്താനം പറഞ്ഞ് പാചകം ചെയ്യാണ്. അപ്പോൾ വർത്താനം പറയുമ്പോൾ ഞാൻ അവിടെ വായ്പൊളിച്ചിരുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഇരിക്കും. അപ്പോൾ അപ്പുറത്ത് വല്ല ഇരിക്കണമെങ്കിൽ ഇവർ പറഞ്ഞാൽ ഇവർ പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയല്ലേ. അങ്ങനെയല്ലേ, നമുക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ. പണ്ട് ഫോണും ടി വിയും ഒന്നുമില്ല വീട്ടിൽ. ഒരു റേഡിയോ ആണ് ആകെ കൂടിയുള്ളത്. അത് കാലത്ത് പാട്ടും ചലച്ചിത്രഗാനൊക്കെ കഴിഞ്ഞ് സ്റ്റേഷൻ പൂട്ടിയ പിന്നെ ഉച്ചത്തിരിയണം. 7:50 അത് നിർത്തും. പിന്നെ സംസ്കൃത, ഹിന്ദി വാർത്ത, സൂയം താൻ, പ്രവാചക, ഭരതിവാനന്ദ സാഗര, സംസ്കൃതി. അത് അയ്യോ അതല്ല, അത് 7 മണിക്കാ. 7 മണിക്കല്ല, സംസ്കൃതം 7:05. അങ്ങനെ പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ വലിയവരൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നിരിക്കും അതും കേട്ടിട്ട്. അതുകൊണ്ട് നമുക്ക് വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ അറിയുമായിരുന്നു. അന്ന് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അച്ഛൻ്റെ കയ്യിൽ കാശില്ലാത്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും പഠിച്ചിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും അറിയണ്ട, അവരൊന്നും അറിയണമില്ല എന്തൊക്കെ നടക്കണു വീട്ടിൽ അല്ലേ. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം. സപ്ന KK, പൂണ്ടുകുളമ്പ് സൂപ്പർ. ഇവൻ പുളി ഇഞ്ചിയുടെ വകയിലൊരു ബ്രദറായി വരുമെന്ന് തോന്നുന്നു. വേറൊരു കാര്യം പറയാനാ കാര്യമായി കമൻറ്റ് ചെയ്തത്. നമ്മുടെ SSLC ബാച്ചിൻ്റെ ഗ്രൂപ്പിൽ സരിതയുടെയും അജുവിൻ്റെയും ഒരു ഷോർട്ട് വീഡിയോ ഫോർവേഡ് ചെയ്ത് കണ്ടു. ജയന്തി ചേച്ചിയുടെ വെള്ളമടി കണ്ട് ചിരിച്ച് മതിയായി. വീഡിയോ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഇവരെ എവിടെയോ കണ്ട പോലെ. അപ്പോഴല്ലേ നമ്മുടെ ചങ്കുകളാണെന്ന് മനസ്സിലായത്. എന്തായാലും ആ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ. ഞാൻ അതെടുത്ത് 2-3 ഫാമിലി ഗ്രൂപ്പിൽ, കോളേജ് ഗ്രൂപ്പിൽ ഇട്ടു. നമ്മളെക്കൊണ്ട് ഇതൊക്കെ പറ്റൂ. അത് പെട്ടെന്ന് അങ്ങോട്ട് യൂട്യൂബിൽ കയറിയതായിരുന്നു, ഫേസ്ബുക്കിലും. പിന്നെ അതങ്ങോട്ട് നിന്നു. കാരണം അതിങ്ങനെ ഡൗൺലോഡായിട്ട്
വാട്സപ്പ് വഴി പ്രചരിക്കാൻ തുടങ്ങി, അല്ലെ ഗ്രൂപ്പുകൾ വഴി. കുറെ കമന്റുകൾ അതിന്റെ ഒപ്പം ചേർത്തിട്ടുള്ള കമന്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കാണണ്ട, വേഗം കണ്ടിട്ട് ഡിലീറ്റ് ആക്കിക്കോ അല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് നമുക്കും ഫോർവേഡ് ചെയ്ത് വരുന്നുണ്ട് പല ഗ്രൂപ്പുകളിൽ. അതവിടെ നിന്നു. അടുത്തത് എസ് ബായുഷി. ഈ കഥ കേട്ടാൽ ഏത് ഐസക് ന്യൂട്ടനും ഒന്ന് ഞെട്ടും. ചേട്ടൻ്റെ ജെട്ടിമരത്തിൻ്റെ കഥയാണ് ആ വീഡിയോ. സാധാരണ മരങ്ങളിൽ നിന്ന് ആപ്പിളോ മാങ്ങയൊക്കെയാണ് വീഴാറുള്ളതെങ്കിൽ അജു ചേട്ടൻ്റെ വീട്ടിലെ ആ മരത്തിൽ കായ്ക്കുന്നത് ജെട്ടിയാണല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു വിസ്മയം. സംഗതി ലളിതമാണ്. അമ്മ നനച്ചിട്ട ജെട്ടികൾ കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ മരക്കൊമ്പിലിട്ടു. പക്ഷെ നാട്ടുകാരുടെ ഒരു കണ്ണേ, അതിലൂടെ ആ മരം പെട്ടെന്നൊരു ലാൻഡ്മാർക്കായി മാറി. ഇനിയിപ്പോൾ ആരെങ്കിലും വഴി ചോദിച്ചാൽ പോലും നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയായിരിക്കും: ആ മെയിൻ റോഡ് കഴിഞ്ഞ് നേരെ വിട്ടു, അവിടെ ഒരു ജെട്ടിമരം കാണാം, അതിൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിയണം. പാവം മരം, ഇത്രയും കാലം പ്രാണവായുവും തണലും തന്നിട്ടും ആരും അതിനൊരു വിലയും കൊടുത്തില്ല. പക്ഷെ ഒരു ജെട്ടി വന്നതോടെ മരം സ്റ്റാറായി. ഇതിനെയാണ് നമ്മൾ വസ്ത്രം മനുഷ്യനെ മാത്രമല്ല മരത്തെയും മാറ്റും എന്ന് പറയുന്നത്. ഓ എൻ്റെ പൊന്നി, നമ്മുടെ മരത്തിന് മാത്രമല്ല, മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു കുറ്റി, അത്രയും വലിപ്പമൊന്നുമില്ല. അതിലാണ് അന്ന് കാലങ്ങളിൽ ഈ വേലിമിലും ഇവിടെയൊക്കെ ആയിരിക്കും ഡ്രസ്സുകൾ കുറേ കൊളുത്തിയിടുക അല്ലേ, ഡ്രസ്സുകളെ വേലികളില്ലേ, മുള്ളുവേലിയിലൊക്കെ കണ്ടിട്ടില്ലേ? കോറാനുള്ളതൊന്നുമില്ല, അത് ഒരുവിധം പരുവായിട്ടുണ്ടാവും. അത് ആകെപ്പാഴും ഓരോരുത്തർക്ക് 2 വീതൊക്കെ ഉണ്ടാവുള്ളൂ. വിട്ടിട്ട് നമ്മളത് എടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കോറി ഇതൊക്കെ അത് ഒരുവിധം കേറിയിട്ടുണ്ടാവുന്നു. പിന്നെ കീറാനായിട്ട് ബാക്കിയൊന്നും ഉണ്ടാവില്ലേ. ഞാൻ കണ്ടിട്ട് ഇഷ്ടം പോലെ മുള്ളുവേലിമ ഇട്ട് കഴിഞ്ഞാലും അത് ഇത് പിടിക്കില്ല, അത് വെറുതെ ഒരു പിടുത്തം അത്രേ ഉള്ളോ. അതിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടുപോകാം. നീ കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങളവിടെ മുള്ളുവേലിയിൽ നിങ്ങളുടെ അവിടെ മനസ്സിലായ. അടുത്തത് സിജു ഫ്രാൻസിസ്. ഇന്നത്തെ എപ്പിസോഡ് ജെട്ടിമരം കൊണ്ടുപോയി, ജെട്ടിമരം തൂക്കിന്ന്. അടുത്തത് മുനീറ. ഞാൻ ഈ അടുത്ത ദിവസമാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത്. ഈ അജു ചേട്ടൻ്റെ സംസാരം, ആ ആക്ഷൻ, വെയിലത്ത് മുട്ടുകുത്തിയിരുന്ന് പച്ചയായ മനുഷ്യൻ. അടുത്ത വീഡിയോ വരാനായി കാത്തിരിക്കുന്നു. അടുത്തത് സുഹറ SES. ഹലോ സരിത, അജു ചേട്ടാ, ജെട്ടിക്കഥ സൂപ്പർ. പിന്നെ ചതിക്കുഴി കഥ, അത് എന്നെയും ബാല്യത്തിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളും ഇതുപോലെ കുഴിയിൽ വീഴ്ത്തുമായിരുന്നു. ഞങ്ങളതിനെ പൈക്കുഴിയ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അച്ഛൻ്റെ ചോറ് കഥ അതുപോലെ തന്നെയായിരുന്നു. എൻ്റെ ഉപ്പയും കുറേ കോഴികളും പിന്നെ കുറേ കാക്കകൾക്കും കൊടുത്തിട്ടാണ് കഴിച്ചിരുന്നത്. ഇന്നത്തെ അജുവേട്ടൻ്റെ കഥകൾ എന്നെയും ബാല്യകാലത്തിലേക്ക് കൊണ്ടുപോയി. നല്ല സൂപ്പർ വീഡിയോ, തീർന്നതുപോലും അറിഞ്ഞില്ല. പണ്ടങ്ങനെയൊക്കെ തീപ്പെട്ടി വണ്ടിക്കിട്ട് വേറെ വീഡിയോ അല്ല. അടുത്തത് ശാന്തിജിയൻ. അച്ചാച്ചൻ ഇറയത്തിരുന്ന് ചോറുണ്ണുന്ന കഥ പോലെ 74 കാലഘട്ടത്തിൽ എൻ്റെ അപ്പൻ രാവിലെ പുട്ട് ഇഡ്ഡലി എന്താണെങ്കിലും ഇറയത്തിരുന്ന് അര പ്രൈസിൽ വെച്ചാണ് കഴിച്ചിരുന്നത്. ഭക്ഷണം കഴിക്കുന്നത് മടിയിൽ അങ്ങനെയായിരിക്കും. ആ സമയത്ത് വീട്ടിലുള്ളൊരു പൂവൻ കോഴി ധൈര്യസമേതം അവിടെ വരും. അപ്പൻ കുറച്ച് ഭക്ഷണം അരപ്രൈസിൽ വെച്ച് കൊടുക്കും. ഇത് പതിവായി. പിന്നെ ആ കോഴി അപ്പൻ്റെ പാത്രത്തിൽ നിന്നും കൊത്തി തിന്നാൻ ശ്രമിച്ചു. വേണ്ട എന്നും പറഞ്ഞ് ഒരു കൈ കൊണ്ട് കോഴിയെ തടഞ്ഞു നിർത്തിയിട്ടാണ് അപ്പൻ കഴിച്ചിരുന്നത്. ഇങ്ങനെ ഇതിനിപ്പം മാറ്റി ഇങ്ങനെ കഴിച്ചാണ്. ഞങ്ങൾ കുട്ടികൾ അതിനെ ഓടിക്കാൻ ശ്രമിച്ചാൽ അപ്പം വേണ്ട, അത് അവിടെ നിന്നോട്ടെ എന്ന് പറയും. ആ കോഴിക്കും അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഞങ്ങൾ ഓടിച്ചാലൊന്നും അത് പോവില്ല. ഇനി പൊയ്ക്കോ എന്ന് അപ്പൻ പറയുന്നവരെ അവിടെ നിൽക്കും. അതുപോലൊരു നായയും ഉണ്ടായിരുന്നു. അപ്പനെ കണ്ടു കഴിഞ്ഞാൽ ആ നായയ്ക്കും ഈ കോഴിക്കും വലിയ ഗമയാ. അപ്പൻ്റെ പ്രിയ മക്കളാണവർ. എനിക്ക് ഭയങ്കര നമ്മൾ പറയണതൊക്കെ ഇങ്ങനെ മനസ്സിലാവണ ഓരോ റീൽസൊക്കെ കാണില്ലേ, പട്ടി ഒരു ബ്ലാക്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റീൽസ് കാണാറുണ്ട്. ഒരു ഇങ്ങനെ പപ്പയുടെ മോള് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ പോയി കിടന്നോട്ടാ എന്നൊക്കെ പറയുമ്പോൾ അത് അവിടെ പോയി കിടക്കും. കൂട്ടിയെ പോയി കയറിയേ അപ്പോൾ അത് കൂട്ടിയെ പോവും. അവിടെ കിടന്നോ എന്ന് പറയുമ്പോൾ എടുക്കും. അങ്ങനെ പറയണതൊക്കെ നമ്മുടെ വീട്ടിലേ പണ്ട് വീടിന് പഴയ തറവാടിൻ്റെ തൊട്ട് കുറച്ച് നീങ്ങിയിട്ടൊരു മോട്ടർ ഷെഡ് ഉണ്ട്. ഈ തെങ്ങിനൊക്കെ നനയ്ക്കായിട്ട് പണ്ടത്തെ ഒരു മോട്ടറില്ലേ,
അവിടെ ഒരു കൊക്കറിനി പോലെ ഒരു കിണറുണ്ടായിരുന്നു, അതിൻ്റെ മോട്ടറുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു തത്തമ്മേനെ നമുക്ക് പണ്ട് 1987 കിട്ടിയിട്ടുണ്ട് ഒരു തത്തമ്മേനെ. ആ തത്തമ്മയാണെങ്കിൽ ഭയങ്കര വർത്താനാ അമ്മേ കാപ്പി താടി എന്ന് പറയും. കാപ്പി ഒരു പാത്രത്തിൽ കാപ്പി കൊടുക്കുന്ന ആൾക്ക്. അപ്പോൾ കാപ്പി അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ ആൾ പറയും കുമ്മേ കൂപ്പിതാടി അങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഈ കില്ലറല്ല ആ സമയത്തൊരു നായിൻ്റെ ആയിരുന്നല്ലോ, മറ്റേ ടോമിയില്ല, നമ്മുടെ ഇവിടേക്ക് പോയില്ലേ ബഹിരാകാശത്തിൽ പോയത്, ലൈക്കിന് എന്തോ ഉണ്ട്. അതിപ്പോൾ ലൈക്കല്ല, വേറെ നായിൻ്റെ ആയിരുന്നു, എനിക്ക് പേര് ഞാൻ മറന്നുപോയി. ടൈസനാ എന്നിട്ട് താങ്ങിയാണോ ഒരു പേരുണ്ടായിരുന്നു നായ. ആ നായ ചില സമയത്ത് ആളുകൾ വരുമ്പോൾ നമ്മൾ പറയും കൂട്ടിയപ്പെടാന്ന് പറയും. കൂട്ടിയപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർ ഷെഡാണ്. ആ മോട്ടർ ഷെഡിൻ്റെ വാതിലില്ലേ, ആ വാതിലിൻ്റെ ഉള്ളിൽ പോയി കിടക്കും. അപ്പോൾ ഈ നമ്മൾ അച്ഛനും എല്ലാവരും പറയും കൂട്ടിയപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ കൂട്ടിയെ പോയി എടുക്കും. അത് കേട്ട് ഈ തത്തമ്മയില്ലേ, തത്തമ്മ ഇവനെ പറ്റിക്കും. കൂട്ടിയപ്പെടാന്ന് പറയുമ്പോൾ ഈ നായ ഒന്നും പറയാണ്ട് മറ്റേ മോട്ടർ ഷെഡിൻ്റെ ഉള്ളിൽ പോയി കിടക്കും. പിന്നീട് ആൾക്ക് മനസ്സിലാകാം അയ്യോ എന്നെ പറ്റിച്ചാണല്ല, തത്തമ്മേരെ കൂടെ അവിടെ ഉണ്ടായിരുന്നു, അരക്കാലിക്ക് കെട്ടിയാതിരുണ്ടേ. അപ്പോൾ തത്തമ്മയ്ക്ക് ഇവൻ കൂട്ടി കയറുന്നതൊക്കെ കാണാൻ പറ്റും ശരിക്ക്. അങ്ങനെ കൂട്ടി കയറും, കുറച്ച് കഴിയുമ്പോൾ നായയെ പുറത്തേക്ക് വരും എന്നെ പറ്റിച്ചാണെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആ തത്തമ്മേനെ ആരാണ്ട് തുറന്നു വിട്ടു നമ്മുടെ വീട്ടിൽ വന്നിട്ട്. അങ്ങനെ തത്തമ്മ പോയി. അങ്ങനെ അടുത്തത് രാധാമണി. അജു സരിത ഇന്നത്തെ മീൻകറി സൂപ്പർ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കൊന്നപ്പൂവെ കിങ്ങിണിപ്പൂവെ എന്ന പാട്ട് സരിത കുട്ടി സൂപ്പറായി പാടിയിട്ടുണ്ടല്ലോ. ഞാൻ 3 പ്രാവശ്യം കേട്ടു, ഒരു ഗോഷ്ടിയും കാട്ടിയതായി എനിക്ക് തോന്നിയില്ല. അങ്ങനെ അഭിനയിച്ച് പാടിയപ്പോൾ അതിന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂപ്പർ. പാവം അജുവിനെ വെറുതെ ഇങ്ങനെ പറയണ്ട സരിതക്കുട്ടി. കുറച്ചാൾ മുമ്പ് എടുത്തിട്ടുള്ള കമന്റുകളാണ് കേട്ടോ. എന്നത്തേക്കാണാവോ അത് അന്ന് കമന്റ് വായന എടുക്കാൻ വേണ്ടി എടുത്തു വെച്ചത്, പക്ഷെ അന്ന് നമുക്ക് എടുക്കാൻ നേരം കിട്ടിയില്ല. സന്ധ്യ ബിജു. ഇന്നത്തെ കഥ കേട്ട് നൊസ്റ്റു അടിച്ചെന്ന് മാത്രമല്ല ചിരിച്ചു വയ്യ. പണ്ട് എൻ്റെ അമ്മ ചെയ്തിട്ടുണ്ട്. മടലിൻ്റെ ബാറ്റ് വെട്ടിയൊടിച്ച് കളയും. ഞാൻ എൻ്റെ മക്കളുടെ ബോൾ എടുത്ത് ദൂരെ എറിയും. അവർ അപ്പം തന്നെ പോയിട്ട് അതെടുത്ത് വരും. അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരുന്നു. പിള്ളേരപ്പം ചോദിക്കും അമ്മയ്ക്ക് എന്തോ പറ്റി, സൈക്കോ ആണോ എന്ന് ചോദിക്കും. അതുപോലെ ചതിക്കുഴി, ആ പേര് ഇപ്പോൾ കേൾക്കുന്നു, പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ട്. സരിത ചോദിച്ചു ആരോടെങ്കിലും ദേഷ്യമുണ്ടോ, പിന്നെ എന്തിനാ അവരെ വീഴ്ത്തുന്നത് എന്ന്. അത് ദേഷ്യം കൊണ്ടൊന്നുമല്ല, ഒരു രസം. അല്ലെങ്കിലും പണ്ടത്തെ കളികളൊക്കെ എന്ത് രസമായിരുന്നു. എന്നാൽ 7 പേരുടെ ജെട്ടി ഉണക്കി തന്ന ജെട്ടി മരത്തെ വെട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കളികളാണ്, എല്ലാവരും മിസ് ചെയ്യുക. കാരണം ആരുടെ കമൻസ് വായിക്കാനും കമൻസിന് റിപ്ലൈ കൊടുക്കാനും എനിക്ക് കുറച്ച് നാളായിട്ട് സമയം കിട്ടാത്തതുകൊണ്ടേ. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെയൊക്കെ കമൻസ് വായിച്ച് എല്ലാ ദിവസവും വായിച്ച് ഞാൻ റിപ്ലൈ തരുമ്പോൾ എല്ലാവരുമായിട്ടും ഞാൻ സംസാരിക്കണ പോലെ എനിക്ക് തോന്നുമായിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ പേരിങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് അവരെയൊക്കെ മിസ് ചെയ്യണ പോലെ തോന്നാം. ഇനി ഇന്നലത്തെ മറ്റേ നമ്മുടെ ഉദ്ഘാടന വീഡിയോയിലൊക്കെ കമൻസൊക്കെ ഇനി നോക്കി ഇനി റിപ്ലൈ കൊടുക്കാതിരിക്കണം. എനിക്ക് ഫോണിലേക്ക് കുറച്ച് സമയം നോക്കുമ്പോൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാം. അത് കാരണം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ 1983 എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിൽ മറ്റേ ജോയ് മാത്യു ഇവൻ്റെ ക്രിക്കറ്റ് ബാറ്റാണ്ട് വെട്ടി നുറുക്കണ ഇതില്ലേ, അതൊക്കെ നമ്മുടെ ഇങ്ങനത്തെ ഈ ഓർമ്മകളിൽ നിന്ന് എടുത്തിട്ടുള്ള ആ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ആളുകളില്ലേ. എല്ലാ വീട്ടിലും ഈ അലമ്പുണ്ടാകുമ്പോൾ അച്ഛനമ്മമാരെന്ന് വെച്ചതിൻ്റെ ഒന്നീ ബാറ്റ് അല്ലെങ്കിൽ പന്ത് ഇതൊക്കെ വെട്ടി നുറുക്കി ബാറ്റുകളൊക്കെ അടുപ്പിൽ വയ്ക്കും. എല്ലാ സ്ഥലത്തും ഉണ്ട് സംഗതി, എല്ലാ സ്ഥലത്തും ഉണ്ട് സംഗതി. അതൊക്കെ ഈ ഓർമ്മയിൽ വരും. ചതിക്കുഴിയിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഒരാളെ കുഴിയിൽ വീഴ്ത്തിയിട്ട് അയാളെതൊന്നുമില്ല, അത് അന്നത്തെ ഒരു കളികളാണ് അതൊക്കെ. അടുത്ത ഡേവിഡ് ഫെർണാണ്ടസ്. ജെട്ടിമരത്തിന്റെ കഥ കേട്ടപ്പോഴാണ് പണ്ടൊക്കെ വീടുകളുടെ മുന്നിലുള്ള കുറ്റിച്ചെടികളുടെയും വേലികളുടെയും മുകളിലായിരുന്നു വീട്ടുകാർ തുണി ഉണക്കാൻ ഇട്ടിരുന്നത്. ചെറിയ തുണികളെല്ലാം കുറ്റിച്ചെടികളുടെ മുകളിലും വലിയ ഷീറ്റുകളൊക്കെ വേലികളിലുമായിരുന്നു ഉണക്കാനിട്ടിരുന്നത്. ചതിക്കുഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ സരിത പറഞ്ഞ പോലെ പണ്ടത്തെ കുട്ടികളുടെ വിനോദം ഇമ്മാതിരിയുള്ള ചില സൈക്കോ പ്രവർത്തികളിൽ ആയിരുന്നു. മറ്റൊരാൾ അറിയാതെ ഉരുണ്ട് വീഴുന്നത് കാണുമ്പോൾ ഇന്നും എല്ലാവരും ചിരിക്കാറുണ്ട്. പണ്ട് അത് കുട്ടികൾ അത്തരം കാഴ്ചകൾ അവർ തന്നെ സൃഷ്ടിച്ച് കണ്ട് ആസ്വദിക്കുമായിരുന്നു. ഞങ്ങൾക്ക് പണ്ട് നമ്മൾ ചെയ്തിട്ട് പിന്നെ വേറൊരു പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലുണ്ട്, പാലത്തിൻ്റെ അവിടെ ഈ കുടിയന്മാർ കണ്ടമാനം വന്നിരിക്കും. പാടത്ത് ചാരായ കച്ചവടമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കുടിയന്മാരെ കൊണ്ട് എവിടെ നോക്കിയോ ആളുകൾ നിറയെ വന്നിട്ട് അവിടെ കൂട്ടം കൂടി നിറയെ വലിയ ശല്യം.
ശല്യമാവെന്ന് പറയില്ലേ വാറ്റുചാരായം വാറ്റുചാരായം കുടിക്കാനായിട്ട്. അപ്പോൾ വാറ്റുചാരായം കൊടുക്കുന്ന ടൈമുണ്ട്. ആ സമയം വരെ അവർ ഇവിടെ ഭയങ്കര വർത്താനം ബഹളവും എവിടെ നിന്നുള്ള ആളുകളൊക്കെയോ ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇല്ലേ ഈ വശത്ത് ഇങ്ങനെ അങ്ങോട്ട് കാട് പോലെ നായം കുറഞ്ഞല്ലേ നായ കുറഞ്ഞപ്പോൾ ഇത് ഒരു പൊടിയുണ്ട് അതിൻ്റെ അത് മേത്ത് വേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിഞ്ഞിട്ട് നമ്മൾ ആ പ്രദേശത്ത് നിൽക്കില്ല. അപ്പോൾ ഇവിടെ മുഴുവൻ നായം കുറഞ്ഞ വള്ളികൾ അതിന് നിറയെ കായകളുണ്ടാവും. അപ്പോൾ സമയത്ത് നിറച്ചുണ്ട് നായ കുറഞ്ഞുണ്ട്. ഇവിടെ കാട് പോലെയാണ്. ഇവിടെ കിണറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നുണ്ട് ഇവിടെ കിണറ്. അപ്പോൾ ഈ നായ കുറഞ്ഞത്തിൻ്റെ കായ സൂക്ഷിച്ച് പൊട്ടിച്ചിട്ട് കടലാസിലേക്ക് അതിൻ്റെ കായമെന്ന് ഞങ്ങൾ ചരണ്ടി എടുക്കും. ചരണ്ടി എടുത്തിട്ട് ആ പാലത്തമ്മിലും അവിടെയൊക്കെ ഈ കുടിയന്മാർ വരുന്നതിന് മുമ്പ് ഫുള്ള് ഞങ്ങൾ പിള്ളേർ ബദറിട്ടു. ഈ കുടിയന്മാർ എന്നിട്ട് ആദ്യം കുറച്ച് സമയം കഴിയുമ്പോഴാണ് ചൊറിച്ചിൽ വരെ. ആർക്കും ഷർട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഒരു മുണ്ട് മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ. ചിലരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന വഴിക്ക് എന്താ ചെയ്യുന്നിരിക്കുമോ, നമ്മുടെ ഹെർപ്പയറിനൊക്കെ എന്താ വെച്ചാൽ ഹെർപ്പയറിൻ്റെ തോളത്തൊരു തോർത്തുണ്ടാവും. ഈ തോർത്തുകൊണ്ട് ആദ്യം തന്നെ പാലത്തമ്മ മറ്റേ ഇതുമ്മ 4 അടിന് വൃത്തിയാക്കിയിട്ടാണ് ഇരിക്കുക. എന്നിട്ട് അത് മിരിക്കും. എന്നിട്ട് തോളത്തിടും. പിന്നെ ശരിക്കും ചൊറിച്ചിൽ വരാ. ഇത് ഈ തൊങ്ങ് പോയി ഭയങ്കര ചൊറിച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇട്ട ദിവസം ആളുകൾ ചൊറിഞ്ഞ് പരുവായിട്ടുണ്ട്. എന്നിട്ട് ഓരോ വക തമാശകള് ഞങ്ങളെല്ലാവരും ഇപ്പോഴൊന്നുമല്ലട്ടാ 70, 80, 10, 45 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പുള്ള കഥകളാണ് പറയണത്. നിങ്ങളും ചെയ്തിട്ടുണ്ടാവും അങ്ങനെ. മറ്റേ സിനിമയില്ലേ രാജീവ് ബി സംവിധാനം ചെയ്ത സിനിമ എന്താ പറയുക, അച്ചാമ്മക്കുട്ടിയുടെ അച്ചായി എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ മണി നായ കുറഞ്ഞ പൊടി വെതറിനുണ്ട്. അവർ ആളുകളെ അത് പൗഡറായിട്ടാണ് കാണിച്ചത്. പൗഡർ പോലെ ഒന്നല്ല. അതായത് ആളുകളെ ശല്യം രൂക്ഷാവില്ലേ, ഇപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഒഴിവാക്കാനുള്ള ചില അധികം അപകടകരമല്ലാത്ത ചില പൊടിക്കൈകളാണ് ഇതൊക്കെ കേട്ടാ. എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട് ഇങ്ങനത്തെ ഓരോ പരിപാടികളല്ലേ. അടുത്തത് തലേബ്രോയ് പ്രണത. ഞങ്ങളുടെ കടപ്പുറത്ത് ജെട്ടിമരം മാത്രമല്ല ജെട്ടി വഞ്ചിയുണ്ട്. അതിൽ സീബ്രയുടെ പടം ഉള്ളത് എലിക്കുട്ടിയുടെ, സ്കൈ ബ്ലൂവിൽ സ്റ്റാർ ഉള്ളത് പവിത്രൻ്റെ. അടുത്തത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. പാവം ജെട്ടിമരം എല്ലാ ജെട്ടികളും താങ്ങി വെയിൽ കൊള്ളിച്ച് ഉണക്കാൻ സഹായിച്ചു. അവസാനം വെട്ടേറ്റ് മരിച്ചു. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ. അജുവിൻ്റെ ജെട്ടിമരത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ സരിത അതിൻ്റെ രസം മുറിച്ചു. പിന്നെ ഇരുമ്പുള്ളിയെ പറ്റിയുള്ള സംസാരമായി. പിന്നെ അജു മീൻ മുറിക്കാൻ ആരംഭിച്ചു. പിന്നീട് പിന്നെയും ജെട്ടിമരത്തെ സംസാരം തുടങ്ങി. 15 രൂപയ്ക്ക് 4 ജെട്ടി കിട്ടിയെന്ന് കേട്ടപ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അടുത്തത് രാസിലുലു. സരിത ജെട്ടി മാറിപ്പോകില്ലേ? അജു ഹേ ഇല്ല, അധികം ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. ജെട്ടിമര സ്റ്റോറി ഫുൾ പറഞ്ഞില്ല, സരിത മിണ്ടാതിരി. ഇല്ല, അത് അത്ര തന്നെ ഉള്ളൂ, അതിൽ കഥയൊന്നുമില്ലല്ലോ. ഇല്ല, പിന്നെ അതിൻ്റെ ഇത് കുറേ ഉപകഥകളൊക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ടുള്ളത്. ഉപകഥകൾ നമ്മുടെ വീടിൻ്റെ അവിടെ ഈ പറഞ്ഞ മോട്ടറിൻ്റെ അവിടെ ഇങ്ങനെ ടാങ്ക് കെട്ടിയിട്ടുണ്ടാവും. അതിൽ വെള്ളം പണ്ട് കണ്ടിട്ടില്ലേ, ഈ മോട്ടർ വെള്ളം വന്ന് വീഴുന്നത് ഒരു ടാങ്കിലേക്കായിരിക്കും. ആ ടാങ്കിനൊരു കവാടം ഉണ്ടാവും. കവാടത്തോടെ വെള്ളം ഇങ്ങോട്ട് പോയി ഇങ്ങനെ ചാലെന്ന് പറയും, ചാലിയോടെ ഇങ്ങനെ വെള്ളം പോയിട്ടാണ് ഓരോ തെങ്ങുകൾക്കും വാഴകൾക്കൊക്കെ നനച്ച് പോവുക. അപ്പോൾ ഈ ടാങ്കിൽ എപ്പോഴും വെള്ളം വരും. അപ്പോൾ ആളുകളൊക്കെ നമ്മുടെ ഈ അയലോക്കാരൊക്കെ മുണ്ടലക്കാനും ഇതിനും വന്ന് കുളിക്കാനൊക്കെ വന്നത് ഈ ടാങ്കിലായിരിക്കും. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഉപകഥകൾ കുറേ ഉണ്ട്, അത് പിന്നെ പറയാം. ഓരോ തമാശകളെ. അടുത്തത് ആലീസ് ജോർജ്. സരിതക്കുട്ടി, അജു പറഞ്ഞതെല്ലാം വെറും തമാശകൾ. എൻ്റെ കുടുംബത്തിലും ഇതുപോലെ ആയിരുന്നു, ഞങ്ങൾ 8 മക്കളായിരുന്നു. അടുത്തത് ബീന. അജു സരിത പറഞ്ഞതൊക്കെ കേട്ട് കുറേ ചിരിച്ചു. പിന്നെ പഴയ കാലം അജു സരിതയെ ഓർമ്മിപ്പിച്ചു. എൻ്റെ മൂത്ത ആങ്ങൾ അജു പറഞ്ഞതുപോലെ കുഴി കുത്തി ചെറിയ കമ്പൊക്കെ വെച്ച് മൂടി വയ്ക്കും. എവിടെയാണെന്നറിയാവോ? ഞങ്ങളുടെ അച്ഛൻ രാവിലെ ഒരു കട്ടനൊക്കെ കുടിച്ച് ഒരു ബീഡിയും വലിച്ച് 110 ഓടുന്ന വഴിയിൽ ചെറുതായി ഒന്ന് വീഴാൻ പോകുക. അന്നേരം ഉള്ളിൽ ഉള്ള ചിരി ഒന്ന് കാണണം. പള്ളിക്കൂടം വിട്ടാവും വരുന്നതിന് 1 മണിക്കൂർ മുൻപ് കുറഞ്ഞത് ഒരു 5-6 പിള്ളേരും അവരുടെ അച്ഛന്മാരും പരാതിയുമായി വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തെല്ലാം ഓർമ്മകളെ. എൻ്റെ അച്ഛൻ്റെ പോലെ.
അടുത്തത് മുല്ല ഷബീർ. വാരിക്കുഴി ഉണ്ടാക്കി മനുഷ്യനെ വീഴ്ത്തുന്ന അജുവേട്ടൻ്റെയും കൂട്ടുകാരുടെയും പോലെ എനിക്കുമുണ്ടായിരുന്നു അല്ലറ ചില്ലറ വേഷം കെട്ടുകൾ. ഞാനും കുറച്ച് പിള്ളേരുകളും കൂടി സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ഓരോ വീടിൻ്റെ പടിക്കൽ ചെന്ന് അയ്യോ ഓടി വരണേ നാട്ടഹസിക്കും. വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല ഓടും. അതുപോലെ ഓരോ കടകളുടെ നെയിം ബോർഡുകളിലേക്ക് കല്ലെടുത്ത് കീച്ചും. അതുപോലെ നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കല്ലെടുത്ത് എറിയും. അങ്ങനെ നിരവധി കലാപരിപാടികൾ. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു മനസ്സുഖം, അത്ര തന്നെ. എന്നാലും മുജ്ജന്മത്തിൽ എന്ത് തെറ്റ് ചെയ്താണാവോ ആ മരം. ഒരാളുടെ ആണെങ്കിൽ പോട്ടെന്ന് വെക്കുക, ഇത് പച്ചടക്കം 7 പേരുടെ. എൻ്റെ പൊന്നെ, അത് എത്ര ദിവസം കഴിഞ്ഞതാവും ഒന്ന് ഊരിയിടുന്നത്. എന്നാലും മരമേ, നിൻ്റെ കടയ്ക്കൽ കത്തി വെച്ചത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. അതിന് നീ വിളിച്ച ദൈവങ്ങൾ അതുവഴി കടന്നു പോകുന്ന വഴിപോക്കരുടെ രൂപത്തിൽ വന്ന് അമ്മയോട് പഴി പറഞ്ഞതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. പാഷാൺ ഷാജിയെ പോലെ അന്ന് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വലിയ ഭയങ്കര ദോഷകരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യില്ല. നിർദോഷമല്ലേ ചതിക്കൂലിയൊക്കെ അതിന് വലിയ താഴ്ച നോക്കില്ല. ഇത് ഇത്രയ്ക്ക് താഴ്ച ഉണ്ടാക്കുള്ളൂ. കുപ്പിച്ചിലിടില്ലേ മുള്ള് അയ്യോ പോരെ, കാലുമലൊക്കെ കുത്തി കയറില്ലേ. ആളുകളെ കാലുമലൊന്നും കയറില്ലേ. കാലുകളൊക്കെ ഈ ചെരുപ്പില്ലാത്ത ആളുകളാണ് നടക്കുന്നത് കംപ്ലീറ്റ് പേരേ. കാലുകളൊക്കെ മരം പോലെയാണ് ആളുകളുടെ. നല്ല മോനോടിയുള്ളൂ. അത്രയ്ക്ക് അങ്ങനത്തെയാണ്. ആളുകൾക്ക് ചെരുപ്പൊന്നും ഇല്ലല്ലോ കാലത്ത്. ഈ മണ്ണികൂടെയാണ് നടത്തം മുഴുവൻ ഫുള്ള്. ചെരുപ്പുള്ള ഒരു അപൂർവമുള്ള ചെരുപ്പ്. അടുത്തത് ശോഭാവാദ്യത്ത്. പണ്ട് ഞാനും ചതിക്കുഴി കുത്തി കൂട്ടുകാരെ വീഴ്ത്തിയിട്ടുണ്ട്. അജു, എൻ്റെ വീട് പീച്ചിയിലാണ്, ഇപ്പോൾ നെന്മാറ താമസം. അടുത്തത് LP. ഞങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ചതിക്കുഴി. പക്ഷേ ഞങ്ങൾ കൂട്ടുകാർ ചേർന്നാണ് ഉണ്ടാക്കാറ്. ആരെങ്കിലും ഒരാളെ ലക്ഷ്യം വെച്ച്. അവരറിയാതെ മറ്റുള്ളവർ ചേർന്ന് കുഴി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ അതുവഴി വരുത്തിക്കും. ദേഷ്യം കൊണ്ടൊന്നുമല്ല, അതൊരു കളിയായിരുന്നു. അതിൽ ചിലവരെന്താ ചെയ്യുന്നില്ല, ആരും കിട്ടിയില്ലെന്നിരിക്കുക, ഇരകളൊന്നും കിട്ടിയില്ലെന്നിരിക്കുക. അപ്പോൾ നമ്മൾ അറിയാത്ത വല്ല കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടിട്ട് കണ്ണടച്ച് നടന്നേറാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഒരാൾ തോളത്ത് കൈയിട്ട് നടക്കും, മറ്റവനും തോളത്ത് കൈയിട്ടുണ്ട്. ഈ വെറുതെ നടന്നിട്ട് ഇവൻ ഈ കുടീരം ഓടി നടത്തിച്ചിട്ട് ആ കാലയിൽ കുതിക്കും. എന്തായാലും കുഴീനെ വേസ്റ്റാക്കാൻ പറ്റില്ലല്ലോ, ഉണ്ടാക്കിയ സാധനത്തിന് വേസ്റ്റാക്കാൻ പറ്റില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യും. അടുത്തത് ഡാലിയ സാബു. അജുവിൻ്റെ ജെട്ടിക്കഥ കേട്ട് താഴെ TV വീഡിയോ കണ്ട് ചിരിക്കുന്ന അപ്പച്ചനെ കണ്ടിട്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ വന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വീഡിയോ അജൂസ് വേൾഡ്. അജുവേട്ട കഥ പറയുമ്പോൾ അപ്പച്ചനോട് നേരിട്ട് കഥ പറയുന്ന പോലെയാണ്. ഓരോന്ന് പറയുമ്പോഴും അപ്പച്ചൻ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് VGS നായർ. അജുവിൻ്റെ ചെട്ടിമരത്തിൻ്റെ കഥ ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുതിരാട്ടം പപ്പു റോഡ് റോളർ കഥ അഭിനയിച്ച് കാണിച്ച പോലെ തോന്നി. നീ സുലൈമാൻ അല്ലടാ, ഹനുമാനാണ്. അടുത്തത് സുമം. ജെട്ടിക്കഥ പറയാൻ തുടങ്ങിയപ്പോൾ അജു ചേട്ടൻ ഒരു മരത്തിനെ ലക്ഷ്യമാക്കി പോകുന്ന പോക്ക് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കുന്ന ചെടിയിൽ ജെട്ടികൾ ഇട്ട് കാണിക്കാൻ പോവുകയാണെന്ന്. എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്ന അജുവേട്ടൻ ഇന്ന് എന്ത് പറ്റി? എന്തായാലും എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചു അജുവേട്ടൻ. അത് ചെയ്ത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ആളമാരി അലക്കി വെച്ചത് ഇന്ന് എടുത്ത് കഴുകിയിട്ടതില്ലേ, അല്ലെ മുകളിൽ തോരട്ടത് എടുത്തുകൊണ്ട് വന്ന് കാണിച്ചാലും ചേട്ടൻ ഇത്തിരി സമയം കിട്ടിയേ. അടുത്തത് രമണി പടിഞ്ഞാക്കര. നടുക്കിലിട്ട ഡ്രോയർ ജെട്ടികളുടെ അച്ഛൻ അല്ലേ അജു സരിത? അതെ. സപ്ന KK. സത്യമായിട്ടും നൊസ്റ്റു അടിച്ചു. എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വന്നു. നമ്മൾ കള്ളക്കുഴി എന്നാണ് പറയുക. എത്ര നിരപരാധികൾ ആ കുഴിയിൽ വീണിട്ടുണ്ടെന്നോ. കമ്പുകൾ നിരത്തി അതിൻ്റെ ഇത് വാഴയില അല്ലെങ്കിൽ തേക്കിൻ്റെ ഇതൊക്കെ നിരത്തി മേലെ മണ്ണിടും. അതൊക്കെ ഒരു കാലം. ജെട്ടി സ്റ്റോറീസ് ചെയ്യും. ജെട്ടിമരം, ജെട്ടി വേലി ഇപ്പോൾ പുരോഗമിച്ചു. ഇപ്പോൾ ജെട്ടി കാർ, ജെട്ടി ഓട്ടോ, ജെട്ടി സ്കൂട്ടി. പണ്ടത്തെ മിക്ക വീടുകളിൽ ഒരു ജെട്ടിമരം എങ്കിലും ഉണ്ടാവും. പഴഞ്ചൊല്ലി ഞാൻ പറയാം, ഉർവശി ശാപം ഉപകാരം. സരിത പാട്ടിനെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അറിയാത്തവർ അറിഞ്ഞു, ലൈക്ക് കൂടി, വ്യൂവേഴ്സ് കൂടി. എന്തായാലും പാട്ട് പാടിയ സൂപ്പർ. അതിനങ്ങനെ കുറവുകളൊന്നും തോന്നിയില്ല. അതൊക്കെ ഒരു രസമല്ലേ? അല്ല പിന്നെ മനുഷ്യൻ കഴിഞ്ഞ് ഇത്ര എടുത്ത് വെച്ചിട്ടുള്ളൂ, മരിച്ചു പോകാനുള്ളതല്ലേ? എങ്ങനെ മനുഷ്യൻ മരിച്ചു പോകാനുള്ളതല്ലേ? അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനത്തെ നമ്മൾ പ്രാന്തം പണി എന്നല്ല കാണിക്കണത് അല്ലേ? അധികം കമൻറ്റുകളൊന്നും എടുത്തില്ല ചേട്ടാ. അപ്പോൾ ഇന്നലെ നമ്മുടെ എന്നിട്ടാണ്
ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിറയെ ആശംസകൾ നേർന്നുകൊണ്ടുള്ള കമൻസാണ് ഞാൻ കുറച്ച് വായിച്ചപ്പോൾ കണ്ടത്. പിന്നെ ഓൺലൈൻ തുടങ്ങാൻ പറഞ്ഞിട്ട് ഓൺലൈൻ തുടങ്ങാൻ പറയുന്നുണ്ട്. ഓൺലൈൻ തീർച്ചയായിട്ടും തുടങ്ങും. ഇപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദിവ എന്ന് പറഞ്ഞിട്ട് പുതിയ പേജ്. ദിവ എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. അത് ഇതുവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദിവ ബൈ D&S. സരിത ധന്യ കൂടി ചേർന്നിട്ടുള്ള പേരുകൾ കുറേ ആലോചിച്ചു ഞങ്ങൾ. കുറേ തപ്പി ഒന്നും ഇഷ്ടപ്പെടില്ല. സായും സരിതയും ധന്യയും അതിൻ്റെ ഏതെങ്കിലും അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമ്മുടെ ശ്രീദേവി ഡോക്ടർ ഒരു പേര് പറഞ്ഞു, സന്യാന്ന്. അപ്പോൾ അത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പിന്നെ ദിവ എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ ദിവ എന്ന് പറഞ്ഞാൽ പവർഫുൾ വിമൻ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു ഗൂഗിളിൽ. അപ്പോൾ വിചാരിച്ചു എന്നാൽ കുഴപ്പമില്ല, നമ്മൾ 2 പെണ്ണുങ്ങൾ കൂടി തുടങ്ങണമല്ലേ, അപ്പോൾ പവർഫുൾ വിമൻ എന്ന അർത്ഥം വരുന്ന ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ദിവ ബൈ D&S എന്നാക്കി. D ഫോർ ധന്യ, S ഫോർ സരിത. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായി. ഇനിയൊരു ഇത് അത് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ അതിലായിരിക്കും നമ്മൾ വീഡിയോസ് ഇടാം. ജ്യൂസ് വേൾഡിൽ ആവില്ല ഇടാം. നമ്മുടെ വീഡിയോസ് സാധാരണ പോലെ തന്നെ വീഡിയോ വരും കേട്ടോ. അതും ഇതും കൂടി കൂട്ടി കളിക്കണ്ട. ഞാൻ പിന്നെ പറഞ്ഞു സരിത പറഞ്ഞു ഞാൻ അതേ ഉണ്ടാവില്ല, സരിത എല്ലാ വീഡിയോയിലുണ്ടാവും. അത് ആ സമയത്ത് പറഞ്ഞൊന്നും മാത്രമല്ല, എടുക്കേണ്ട സമയത്ത് എനിക്ക് വരാവുന്നതോ വയ്യാത്ത കാരണമാണ് ഇടാത്തത് കേട്ടാ. ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ കട, 5 മിനിറ്റ് ഉള്ളൂ. എനിക്ക് ആ വീഡിയോ എടുക്കേണ്ട സമയത്ത് ഈ വരാവുന്നതുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് നാളായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കണില്ല. ഞാൻ വെയിറ്റൊക്കെ ഇത്തിരി കൂടി. അതിന് കാലത്തെ ഭക്ഷണം കഴിക്കലിൻ്റെ ഇതൊക്കെ നിന്നു. മറ്റേ എൻ്റെ ഉപ്പുമാവ് മറ്റേത് കഴിച്ചോടുന്നില്ലേ, മിൽനട്ട്സും ഓട്സൊക്കെ കഴിക്കാൻ സമയം കിട്ടണില്ലേ. രാത്രി 1:30 ആയിട്ടല്ലേ വരുന്നത്, നേരത്തെ പോയിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇടയിൽ വിശക്കുമ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലൊക്കെ പോയിട്ട് വലുതും കഴിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഓരോ ചായക്കടയ്ക്കുണ്ട്, അവിടെ പോയിട്ട് ഉള്ളിവടയും ചായയൊക്കെ കഴിക്കും. ഞാനും തന്നെയും കൂടി പോയിട്ട് വിശക്കുമ്പോൾ കുറേ സമയം അവിടെ പണികൾ എടുക്കുമ്പോഴേ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ കഴിച്ച് വെയിറ്റൊക്കെ കൂടി. പിന്നെ കുരുവൊക്കെ വന്ന് മുഖത്ത് വൃത്തികെട്ട 2 വണ്ടം കുരു. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, ആളുകളൊക്കെ അതല്ല ശ്രദ്ധിക്കുന്നത്. റിൻഡം പറയണേ അംബാസഡർ കാറിന്റെ ഹെഡ്ലൈറ്റ് പോലെ ഉണ്ടെന്ന്. കറക്റ്റ് 2 ഇങ്ങനെ. തിങ്കളാഴ്ച നമ്മുടെ ഇവിടെ സ്വിമ്മിംഗ് പൂള് ശരിയാക്കലാണ് പണി. അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലാം ശരിയാക്കലാണ്. പണിയോട് പണിയാണ് ഇനി വരാൻ പോണത്. അപ്പോൾ ഈ വലിയൊരു ബുദ്ധിമുട്ടായി നീരുവീഴ്ചയും തൊണ്ടവേദനയും വന്ന് സംസാരിക്കാൻ പറ്റില്ല. ഒരു ദിവസം എൻ്റെ ശബ്ദം പോയി. എന്തായാലും നിർത്താം. അപ്പോൾ നമുക്ക് കുറച്ച് കമൻറ്റ് എഴുതിയിട്ടുള്ള ഇനി തുടർച്ചയായിട്ട് നമ്മൾ കമൻറ്റ് വായന അങ്ങനെയാണ് ആഗ്രഹം. അങ്ങനെ എല്ലായ്പ്പോഴും അങ്ങനെ പറയും. പക്ഷെ പിന്നെയും നമുക്ക് ഇടയിൽ തടസ്സം വരും. തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടാവണമല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല ചിലപ്പോൾ പറ്റാണ്ടേ. അപ്പോൾ നിർത്താം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. വരെ നന്ദി, നമസ്കാരം.